ലക്ഷ്മി വർക്കിലേക്ക് സ്വാഗതം. ഒരു മിക്സി നമുക്കൊന്ന് വൈൻഡ് ചെയ്ത് നോക്കിയാലോ. ആദ്യം തന്നെ അതിൻ്റെ കോർ എടുത്തു. അതാണ് ഇതിൻ്റെ കോറ്. അതിൻ്റെ അകത്ത് ഒരു ബോബിൻ നമ്മൾ തയ്യാറാക്കണം. അതിലോട്ടാണ് നമ്മൾ ചുറ്റുന്നത്. അതിൻ്റെ അകത്ത് ഒരു പരുവത്തിനുള്ള ബോബിൻ നമ്മൾ ചെത്തി മിനുക്കി വൃത്തിയാക്കി ചതുരമാക്കിയെടുത്ത് അതിൻ്റെ അകത്തൊന്ന് വെച്ച് റെഡിയാക്കി നോക്കണം. പിന്നെ ആ ബോബിൻ മെഷീനിലോട്ട് വെക്കണം. അതിനൊരു സപ്പോർട്ടും കൊടുക്കണം. കോയിൽ വെളി ചാടാതിരിക്കാൻ വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആദ്യം പ്രൈമറിയാണ് ചുറ്റാൻ പോകുന്നത്. പ്രൈമറിക്ക് ഒരു കെട്ടിടണം. കെട്ടിട്ട ശേഷം ആ കെട്ടിൽ നമുക്ക് കാർബൺ കണക്ട് ചെയ്യാം. ഇങ്ങനെ കെട്ടിയൊന്ന് ഉറപ്പിച്ച് വെച്ചിട്ട് ഒരു 228 ടേൺസാണ് ചുറ്റുന്നത്. അത് നിങ്ങൾ കത്തിപ്പോയ മിക്സി വരുമ്പോൾ ഒരെണ്ണം പ്രൈമറി എത്ര, സെക്കൻഡറി എത്ര എന്ന് അഴിച്ചു നോക്കണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേൺസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡറിയാണ് ചുറ്റുന്നത്. ഇനി സെക്കൻഡറി ഒരു 58 ടേൺസ് ഉണ്ട്. അത് ചുറ്റി നല്ല വൃത്തിയായിട്ട് ചുറ്റി കുരുക്കില്ലാത്ത രൂപത്തിൽ അത് റെഡിയാക്കി എടുക്കണം. എടുത്തിട്ട് അതൊന്ന് ടേപ്പ് ചെയ്തേക്കണം, അല്ലെങ്കിൽ അഴിഞ്ഞു പോകും. രണ്ടറ്റത്തും ടേപ്പ് ചെയ്യണം. സെല്ലോ ടേപ്പ് കൊണ്ട് ചുറ്റിയാൽ മതി. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് അടുപ്പിച്ച് പിടിപ്പിച്ച് ഇത്തിരി കട്ടിയായിട്ട് വലിഞ്ഞ് മുറുക്കി അത് ടേപ്പ് ചെയ്യണം. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ നല്ല വലിഞ്ഞ് മുറുക്കണം. നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചു. അടുത്ത ഭാഗം എടുത്തിട്ട് അതുപോലെ തന്നെ അടുത്ത ഭാഗത്തും സെല്ലോ ടേപ്പ് നല്ല വലിഞ്ഞ് മുറുക്കി വെക്കണം. കോയിലൊക്കെ പാകപ്പെടുത്തി ഒരു ഡയറക്ഷനിൽ തന്നെ വയ്ക്കുക. വൃത്തിയായിട്ട് തന്നെ ചെയ്യണം. ഇത് വെപ്രാളം പിടിച്ച് ചെയ്യേണ്ട, സാവകാശം ചെയ്താൽ മതി. സാവകാശം ചെയ്യുമ്പോൾ ആ ചുറ്റൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നോളും. സെല്ലോ ടേപ്പ് മറു സൈഡിൽ ഒട്ടിച്ച് നല്ല വരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ച്. അപ്പോൾ ആ ലീഡൊക്കെ ഒന്ന് റെഡിയാക്കി നീളത്തിൽ നിർത്തിയിട്ട് ആ കോയിലൊന്ന് മാറ്റി വയ്ക്കണം. ഇങ്ങനെ നീളത്തിൽ ഒന്ന് കുരുക്കില്ലാതെ നീളത്തിലൊന്ന് വെച്ചിട്ട് ആ കോയിൽ മാറ്റി വയ്ക്കണം. ഇനി അടുത്ത ബോബിൻ ചുറ്റാൻ പോകുന്നു. ആ ബോബിനിൽ കോയിൽ ചുറ്റാൻ പോവുകയാണ്. അത് ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു തുമ്പത്തൊരു കെട്ടിടുക. പ്രൈമറി ചുറ്റാൻ പോവുകയാണ്. ഇത് ഇച്ചിരി സ്പീഡിലാണ് കാണിക്കുന്നത്. മറ്റേതുപോലെ തന്നെ ചെയ്താൽ മതി. ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതും ചെയ്താൽ മതി. വ്യത്യാസമൊന്നുമില്ല. 228 ടേൺസും പിന്നെ സെക്കൻഡറി 58 ടേൺസും. അപ്പോൾ കോയിൽ 2 എണ്ണവും നമ്മൾ ചുറ്റിക്കഴിഞ്ഞു. അത് ഒരെണ്ണം കോറിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കാൻ പോവുകയാണ്. കോറിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് അത് വയ്ക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. അതിൻ്റെ കോറ് കോയിലിൽ ഒരു കാരണവശാലും കൊള്ളരുത്. അത് ടച്ച് ചെയ്യരുത്. ടച്ച് ചെയ്താൽ അതിൻ്റെ ഇൻസുലേഷൻ പോകും. അത് അമർത്തി വെച്ചിട്ട് അതിൻ്റെ ആ ഹോളിലോട്ട് ശരിക്ക് കയറണം. കോയിൽ ഒരു വശം കയറി
പിന്നെ ഒരു തുണിയിലൊരു സ്ക്രൂ ഡ്രൈവർ ഇൻസുലേഷൻ പോകാത്ത രീതിക്ക് ഇങ്ങനെ എടുത്തിട്ട് അതൊന്ന് അമർത്തി പുറത്തോട്ട് അമർത്തണം. പുറത്തോട്ട് അമർത്തുമ്പോൾ ആ കോയിൽ കോറുമായിട്ട് വളരെ അടുത്ത് വരും. അത് അടുത്തിരുന്നാലേ ആ മാഗ്നറ്റിക് ശരിയാവുള്ളൂ. ശരിക്ക് മാഗ്നറ്റ് ആവും ആ കോറ്. അല്ലെങ്കിൽ വിട്ടിരുന്നാൽ അതൊരു സ്പാർക്കിങ്ങോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശരിക്കും അമർത്തി കൊടുക്കണം. അമർത്തുമ്പോൾ ഒന്നുകൂടെ അത് അടുക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പ്രൈമറി ചുറ്റിയപ്പോൾ ഒരു കെട്ടിട്ടില്ലേ, ആ ഭാഗം ഒരു സൈഡ് വരണം. ഒരു സൈഡ് വരുമ്പോൾ മറ്റേ കോയിലിടുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആ കെട്ടിട്ട പ്രൈമറി ഭാഗം വരണം. പ്രൈമറി കോയിൽ വരണം, തൊട്ട് ഓപ്പോസിറ്റ് തന്നെ വരണം. അപ്പോൾ പ്രൈമറിയിൽ ഒരു കെട്ടിട്ടല്ലോ, ആ ഭാഗത്താണ് കാർബൺ കൊടുക്കേണ്ടത്. അപ്പോൾ കോറിൽ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആ കെട്ടിട്ട സ്ഥലം ഭാഗം രണ്ടും ഓപ്പോസിറ്റ് സൈഡ് വീതം വരണം. അപ്പുറം ഇപ്പുറം രണ്ടെണ്ണം ഓപ്പോസിറ്റ് സൈഡ് തന്നെ വരണം. അപ്പോൾ നമുക്ക് കാർബൺ കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആ കാർബണിൻ്റെ കൊടുക്കുന്ന ഒരു എൻഡ് പ്ലസ് ആയിരിക്കും. ഫേസ് നമുക്ക് അതിൽ കൊടുക്കാം, കറണ്ട് ഫേസ്. അപ്പോൾ നമുക്ക് തെറ്റ് വരില്ല അങ്ങനെ കൊടുക്കുമ്പോൾ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശരിക്ക് ആ കോറുമായിട്ട് ആ കോയിൽ ശരിക്കും അടുക്കണം. അടുത്തു കഴിഞ്ഞാൽ നല്ല മാഗ്നറ്റിക് പവർ ഉണ്ടാവും അവിടെ. മറ്റേ കോയിൽ ചെയ്ത പോലെ തന്നെ അടുത്ത കോയിൽ ഇതുപോലെ നന്നായി ചേർന്നിരിക്കണം, കോറുമായിട്ട് നന്നായി ചേർന്നിരിക്കണം. അതിനുശേഷം ആ കോയിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കോയിൽ എല്ലാം നേരെയാക്കണം. കോയിൽ ഒരു കാരണവശാലും അതിൻ്റെ ഇനാമൽ നഷ്ടപ്പെടരുത്. അതിനാണ് ഈ സ്ക്രൂ ഡ്രൈവർ തുണി ചുറ്റിയിട്ട് അത് അടുപ്പിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു സ്പാർക്കിങ്ങും ആ മിക്സിയിലുണ്ടാവില്ല കറങ്ങുന്ന നേരത്ത്. ഈ സ്പാർക്കിംഗ് ഉണ്ടായാൽ കമ്മ്യൂട്ടേറ്റർ ഭയങ്കരമായിട്ട് ചൂടായിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റായിട്ടത് വർക്ക് ചെയ്യും, ചൂടാവില്ല. അത് കറങ്ങിത്തുടങ്ങി, മിക്സി കറങ്ങിത്തുടങ്ങി. ഇപ്പോൾ സീരിയൽ ലാമ്പിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ബോഡിയൂടെ ഒന്ന് നോക്കിയേക്കണം ലീക്കുണ്ടോ എന്നൊക്കെ. അപ്പോൾ മിക്സി തയ്യാറായി കഴിഞ്ഞു. മിക്സി കറങ്ങുന്നുണ്ട്, മിക്സി ഓണായി. അതിൻ്റെ പ്രീതി മിക്സിയാണ്, അതിൻ്റെ ടേൺസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മിക്സി റെഡിയായി കഴിഞ്ഞു. അതിൻ്റെ ലൈക്കും ഷെയറും എല്ലാം ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. ഇത് പല മിക്സിക്കും പല ടേൺസ് ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ച് എണ്ണിയാണ് ചുറ്റുവാൻ.